എടാ എന്തെങ്കിലും പറ്റിയോ? മുറിഞ്ഞിട്ടോ? മുറിഞ്ഞെടുത്ത് ഐസ് വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് മാറും. എടോ പോലീസുകാരാ, എന്റെ പിള്ളേർക്ക് ശരീരം മൊത്തം വേനെടുക്കുന്നത്, കുറച്ച് ഐസ് കൊണ്ടുവാ. ഐസ് മാത്രാക്കണ്ട, നിങ്ങൾക്ക് പെയിൻ കില്ലേഴ്സും കൂടെ തരാം. കൂടുതൽ വർത്താനം വേണ്ട, പോയി ഐസ് എടുത്തുവാ. ഇവനെ ഇന്ന് ഞാൻ മനസ്സിലായല്ലോ. അടിയാണോ തരുന്നത്? ഇവർക്ക് എവിടുത്തെ പോലീസുകാരാ? ഇവനെ ഞാനിന്ന് കഴിയറോ? മൈ ബ്രദർ ഫ്രം അനദർ മദർ. അലവരാതി. സെയിം ടു യു. ഇയാളോട് എന്തിനാണ് സംസാരിക്കുന്നത്? മാറിയിരിക്കാം, വാ. മോശം പിടിക്കാൻ ഇവിടെ വാടാ. പറയുന്ന കേക്ക്. ആ നാണം കെട്ടവരുടെ അടുത്തേക്ക് പോയി ഇരിക്കരുതേ, അത് നമ്മുടെ തൊഴിലിന് അപമാനമാണ്. അങ്ങനെയൊക്കെ സംഭവിച്ചേ. എന്താടി സ്റ്റേഷനിലെങ്കിലും ഒന്ന് മര്യാദക്ക് ഇരുന്നോടെ? അവനെ എന്തിനാ നീ ഇങ്ങനെ സൈഡ് അടിക്കുന്നേ? സിദ്ധു, ആ പെണ്ണ് എന്നെ നോക്കി കണ്ണിറക്കി കാണിക്കുന്നതാ. എടേ, നീ സൈറ്റ് അടിച്ച് എന്നെ ചെറുക്കനെ അങ്ങ് വളയ്ക്കാന്ന് വിചാരിച്ചോ? ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളെ തന്നെ അങ്ങ് അടിച്ചു മാറ്റിക്കളാം. നിനക്ക് എന്നെ ചെക്കനെ ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊക്കെ തുറന്ന് പറ. രാത്രി ഇവ വന്ന് എല്ലാം എടുത്തോളും. സിദ്ധു, ഇയാൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളെ കൊലക്കേസിൽ പ്രതിയാ കൂടെ പറഞ്ഞു പിടിയാളെ. എനക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. എന്താടാ? എല്ലാ പോലീസുകാർ ഉള്ളിലാ ഉള്ളത്. ഇതാണ് റൈറ്റ് ടൈം, എസ്കേപ്പ് ആവാം. ഇത് നല്ല ഐഡിയാടാ. കോൺസ്റ്റബിൾ സൈലൻസ്, ഞങ്ങൾ ഇവിടെ എസ്കേപ്പ് ചെയ്യാനുള്ള പ്ലാൻ തയ്യാറാക്കുക. പോലീസ് സ്റ്റേഷൻ നിങ്ങൾക്ക് കോമഡി കളിക്കാനുള്ള സ്ഥലമല്ല. ഞങ്ങളുടെ CA ഇങ്ങോട്ട് വരട്ടെ, അപ്പൊ നിങ്ങൾക്കെല്ലാം മനസ്സിലായിക്കോളൂ. അയാൾ വന്ന് എന്നാ ചെയ്യുമെന്നാ പറയുന്നത്? എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അടുത്തിരിക്കുന്ന കാമപുരം പ്രസിഡന്റിനോട് ചോദിച്ചാ മതി, അദ്ദേഹം പറഞ്ഞു തരും. നിങ്ങൾ കാമപുരത്തെ പ്രസിഡന്റ് അല്ലേ? എന്നോടൊന്നും ചോദിക്കില്ലേ, എന്നെ പറ്റി ആരോടൊന്നും പറയുകയും ചെയ്യരുത്. പക്ഷെ നാട്ടിലെല്ലാരും നിങ്ങൾ തീർത്ഥയാത്രയ്ക്ക് പോയെന്നുള്ള പറഞ്ഞു. അവിടെ ഭയങ്കര റെയ്ഡായിരുന്നു. തീർത്ഥയാത്രയ്ക്ക് റെയ്ഡോ? ഇതിനാ ഞങ്ങളുടെ നാട്ടിൽ തീർത്ഥയാത്രയെന്ന് സാധാരണ പറയാറുള്ളത്. അതുപോട്ടെ, ആ CA ആരാന്ന് പറഞ്ഞു? ഗുഡിന് ഗോഡ്, ബാഡിന് ഡാഡ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അവനൊരു മ്യാട. ടെൻഷനാകാതെ ആദ്യമായിട്ടാണോ? ഫ്രണ്ടായിട്ട് കണ്ടാ മതി, വിലാസം പറ. എന്താടാ ഫ്രീഡം ഫൈറ്റർ അജയ്മാരുടെ ബർത്ത്ഡേ? ഇന്ന് ഡ്രൈ ഡേ ആണെന്ന് നിനക്കറിയില്ലടാ. മദ്യം വിൽക്കാൻ പാടില്ല എന്ന് നിനക്കറിയില്ല. കള്ളു കച്ചവടം നടത്തുന്നോടാ നീ. എന്ത് ധൈര്യം ഉണ്ടായിട്ടാടാ നീ കള്ളു വിൽക്കുന്നത്? ഇയാൾ എന്തിനാണ് ഇങ്ങനെ ചവിടുന്നത്? ഇനി വിൽക്കൂടാ നീ. എടോ സാർ, ഇവനിപ്പം നല്ല മയക്കത്തിലാ കേട്ടോ. സാർ, ഇവന് വെളിവ് വീണ് കഴിയുമ്പോ ഒരു കൈ നോക്കണം. ഓക്കെ സാർ. സലൈൻ കേറ്റിക്കോ. എന്തുവാടോ അത്? സാർ, അവിടെ എന്തൊരു കൂട്ടം? വ്യഭിചാര കേസാ സാർ. എന്ത് വ്യഭിചാര കേസാണെങ്കിൽ തീർച്ചയായിട്ടും കാമാപുരം പ്രസിഡന്റ് രവി വന്നു കാണുമല്ലോ. ഹാജർ, ഞാനിവിടെ ഉണ്ട് സാർ. ലവ് യു രാജ. മാസാമാസം മറക്കാതെ റേഷൻ വാങ്ങുന്നത് പോലെ കറക്റ്റ് ടൈമിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തില്ലോ താൻ. എന്നാ നമുക്ക് തുടങ്ങിയാലോ? അയ്യോ ദൈവമേ, ഇനി ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ എനിക്ക് അടിക്കേണ്ടി വന്നാൽ എന്റെ കൈ കൊണ്ട് നിങ്ങൾ ചത്തുപോകും സാർ. അടിക്കുവോ കൊല്ലുവോ എന്നാന്ന് വെച്ചാ അങ്ങ് ചെയ്. എന്റെ ആത്മാവ് പെണ്ണിന്റെ പുറകെ തന്നെ അങ്ങ് പോകും. തല്ലിക്കോ, ഇനിയും തല്ല്. അങ്ങനെയാണോ? അങ്ങനെ തന്നെയാ. അമ്മേ, വല്യമ്മേ, അയ്യോ അയ്യോ. സാറെ കണ്ടുപിടിക്കേ എങ്ങനെ അടിക്കേണ്ടത്? ചട്ടാക്കെ ചുളുങ്ങി, ഇതങ്ങ് മാറ്റിക്കോ സാർ. ഇവന്മാരൊക്കെ ആരാടോ? കാമപുരത്തെ കളവ് കേസാണ് സാർ. ഇങ്ങോട്ട് വാടാ. എന്താടാ സാർ? നല്ല പോത്ത് പോലെ വളർന്നിട്ടുണ്ടല്ലോടാ സാർ. കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ജീവിക്കാതെ മോഷ്ടിച്ച് ജീവിക്കാൻ മെഗാസ്റ്റാറേ, ജയ് മെഗാസ്റ്റാറേ, ജയ് മെഗാസ്റ്റാറേ, ജയ് മെഗാസ്റ്റാറേ. എന്റെ മെഗാസ്റ്റാറേ. ഏത് മെഗാസ്റ്റാറാ? നന്ദൻകോട് മെഗാസ്റ്റാർ ആണോടാ? അതെ സാർ. ദി ഗ്രേറ്റ് ലെജൻഡ് പൊളിറ്റീഷ്യൻ ചന്ദ്രശേഖര കുറുപ്പിന്റെ ബ്രദറിലോ മെഗാസ്റ്റാർ അല്ലേ? അതെ സാർ. ആ മെഗാസ്റ്റാറിന്റെ ഫാനാണോ നീ? അതെ സാർ. ആ ദൈവമേ, ഞാനും ആ മെഗാസ്റ്റാറിന്റെ ഫാനാണടാ. ബട്ട് ഐ ഹേറ്റ് യു രാജ.
സാർ നീ ആ സ്റ്റാറിന്റെ ഫാനാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഒരു കാര്യം കേട്ടോ, മെഗാ സ്റ്റാറിന്റെ ഫാൻസ് എല്ലാം ഒരു തെറ്റും ചെയ്യാതെ കൂടെ നിൽക്കും. സാറേ അമ്മ സത്യമായിട്ട് ഞങ്ങൾ മെഗാസ്റ്റാറിന്റെ ഫാൻസ് ആണ് സാറേ. ആ മെഗാ സ്റ്റാറിന് മുമ്പിൽ നീയൊക്കെ വെറും ശിശുവാണ്, ശിശു. നിനക്കൊക്കെ എന്താണ് അറിയാവുന്ന എന്റെ മെഗാസ്റ്റാറിനെ കുറിച്ച്? മെഗാസ്റ്റാറിനെ കുറിച്ച് ഞങ്ങൾക്ക് എന്തറിയാമെന്നല്ലേ? അദ്ദേഹത്തെ കുറിച്ചാണോ സാർ ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കുന്നത്? ഞങ്ങളുടെ മെഗാസ്റ്റാറിനെ കുറിച്ച് സാറിന് എന്തറിയാം? അദ്ദേഹത്തിന്റെ സ്നേഹം എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ കോപം എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ രൗദ്രം എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ ശാന്തം എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ അത്ഭുതം എന്താണെന്ന് സാറിന് അറിയോ? ഞാൻ പറഞ്ഞുതരാം, സാറ് കേൾക്ക്. ഞങ്ങളുടെ മെഗാസ്റ്റാറിനെ ജനങ്ങൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹം ജനിച്ചത് 10th June 1996 1974 അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ റിലീസായി. ഫസ്റ്റ് സിനിമയ്ക്ക് തന്നെ ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റിനുള്ള അവാർഡ് കിട്ടിയ ആളാണ് സാർ ഞങ്ങളുടെ മെഗാസ്റ്റാർ. അതിനുശേഷം അദ്ദേഹം അഭിനയിച്ച ഒരുപാട് സിനിമകൾക്ക് അദ്ദേഹത്തിന് ഫിലിംഫെയർ അവാർഡും നന്ദി അവാർഡും ഒക്കെ കിട്ടിയിട്ടുണ്ട് സാർ. ഒരുപാട് സിനിമകൾ അഭിനയിച്ച് ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ സിംഹക്കുട്ടിയാണ് സാർ ഞങ്ങളുടെ മെഗാസ്റ്റാർ. അത് മാത്രമല്ല സാർ, അഗ്രേണ്യ അഭിനയ പുരസ്കാരം നേടിയ ആളാണ് സാർ അദ്ദേഹം. അവാർഡ് റിവാർഡ് നല്ല സാർ, റെക്കോർഡാണ് റെക്കോർഡ്. സമരസിംഹ റെഡ്ഡി 30 സെന്റേഴ്സ് 175 days, നരസിംഹ നായിഡു 109 സെന്റേഴ്സ് 100 days. അങ്ങനെ എല്ലാ സിനിമകളും എടുത്ത് നോക്കിയാൽ അദ്ദേഹം ഒരു ലെജൻഡ് തന്നെയാണ് സാർ. സിനിമ മാത്രമല്ല സാർ, അച്ഛന്റെ ആഗ്രഹം നിറവേറ്റാൻ അച്ഛൻ എസ്റ്റാബ്ലിഷ് ചെയ്ത ക്യാൻസർ ഹോസ്പിറ്റലിൽ എത്രയോ രോഗികൾക്ക് സൗജന്യമായി ചികിത്സ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സാർ ഞങ്ങളുടെ മെഗാസ്റ്റാർ. അങ്ങനെയുള്ള ഞങ്ങളുടെ മെഗാസ്റ്റാറിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ദിവസം മതിയാവില്ല സാർ, മതിയാവില്ല. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോക്ക് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയി പടം കാണുന്നതല്ല സാർ യഥാർത്ഥ ഫാൻ. അവന്റെ മനസ്സിലും ശരീരത്തിലും മാത്രമല്ല സാർ, അവൻ ശ്വസിക്കുന്ന ഓരോ ശ്വാസത്തിലും അവൻ സംസാരിക്കുന്ന ഓരോ വാക്കിലും അത് കാണാൻ കഴിയും സാർ. ആൻഡ് ഐ എം പ്രൗഡ് ടു സേ ദാറ്റ് ഐ എം എ ഫാൻ ഓഫ് മെഗാസ്റ്റാർ. എനി ഡൗട്ട്? അത് പവർ സ്റ്റാർ പവൻ കല്യാൺ. സോറി ഫോർ ദ മിസ്റ്റേക്ക്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോക്ക് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയി പടം കാണുന്നതല്ല സാർ യഥാർത്ഥ ഫാൻ. അവന്റെ മനസ്സിലും ചിന്തകളിലും മാത്രമല്ല, അവന്റെ ഓരോ ശ്വാസത്തിലും ഓരോ പ്രവൃത്തിയിലും അദ്ദേഹത്തെ കുറിച്ച് മാത്രം ചിന്തിച്ച് ജീവിക്കുന്നവനാണ് സാർ യഥാർത്ഥ ഫാൻ. ആൻഡ് ഐ എം പ്രൗഡ് ടു സേ ദാറ്റ് ഐ എം എ ഫാൻ ഓഫ് മെഗാസ്റ്റാർ. എനി ഡൗട്ട്? ഞങ്ങളുടെ മെഗാസ്റ്റാർ. രാജാ, നീയും ഞങ്ങളുടെ മെഗാസ്റ്റാറിന്റെ ഫാൻസാണ്. ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഡൈ ഹാർഡ് ഫാൻ അല്ല എന്നുള്ള കാര്യം അറിയോ? ഞങ്ങൾ മെഗാസ്റ്റാറിന്റെ ഡൈഹാർഡ് ഫാൻസ് അല്ലെന്നാണോ പറയുന്നത്? ബോയ്സ്, ഗേൾസ്, ജയ് മെഗാസ്റ്റാർ, ജയ് മെഗാസ്റ്റാർ, ജയ് മെഗാസ്റ്റാർ, ജയ് ജയ് മെഗാസ്റ്റാർ. അന്നു മുതൽ ഇന്നു വരെ അപ്പോഴും ഇപ്പോഴും മെഗാസ്റ്റാർ ഞങ്ങളുടെ നേതാവ്, ഞങ്ങളുടെ നേതാവ്, മെഗാസ്റ്റാർ തന്നെയാ നേതാവ്, മെഗാസ്റ്റാർ തന്നെയാ നേതാവ്. എടാ കൊച്ചേ, സർ, നിന്നെ ഞാൻ ശരിക്കും അങ്ങ് വിശ്വസിച്ചു പോയടാ. നീ മെഗാസ്റ്റാറിന്റെ ഫാനാണെന്നുള്ള കാര്യത്തിൽ. പക്ഷെ സാറ് ഡൈഹാർഡ് ഫാൻ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എടാ എന്താടാ അങ്ങനെ? പിന്നല്ലാതെ ഫിനിഷിംഗ് ടച്ച് ഇല്ലാതെ മെഗാസ്റ്റാർ അങ്ങനെ കംപ്ലീറ്റ് ആവുമോ സാർ? കൊക്കക്കോള, പെപ്സി, നമ്മുടെ മെഗാസ്റ്റാർ, കൊക്കക്കോള, പെപ്സി, നമ്മുടെ മെഗാസ്റ്റാർ. അതായത് കുറച്ച് നാളുകൾക്കപ്പുറം ഈ മെഗാസ്റ്റാറിനെ അമ്മാതിരി ഫാൻസ് ഉണ്ടെന്നുള്ള അറിയൂ നിങ്ങൾക്ക്? എനിക്ക് കൊതിയാകുന്നു. താങ്ക് യു സാർ. അല്ല, നിങ്ങൾ എന്തിനാ ഈ കാമാപുരത്തേക്ക് വന്നത്? ഇന്ന് ഫ്രീഡം ഫൈറ്റർ അജയ് മല്യയുടെ ജന്മദിനം ആയതുകൊണ്ട് ഡ്രൈഡേ അല്ലേ, മദ്യം കിട്ടില്ല സാർ. അതുകൊണ്ടാ മദ്യത്തിന് വേണ്ടി കാമപുരത്ത് വന്നത്, അത്രേ ഉള്ളൂ. എന്താ പൊന്നുമോനെ, നമ്മുടെ ബ്രാൻഡ് തന്നെ? അതെ സാർ. സാർ സാർ കുടിച്ചു മരിക്കും. താങ്ക് യു സാർ. ദേ നോക്ക്, ഈ കള്ള് കേസിൽ നിന്നും നിങ്ങളെ ഞാൻ ഒഴിവാക്കാൻ പോവാ. അതല്ല, പെണ്ണ് കേസ് വല്ലതും ആയിരുന്നെങ്കിൽ ഒരു സംശയം വേണ്ട, വെടിവെച്ച് കൊന്നു കളഞ്ഞാണ് ഞാൻ. ഇനി ഈ നാട്ടിൽ കണ്ടുപോകരുത്, പറഞ്ഞേക്കാം. ഈ സ്റ്റേഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ഈ നാട്ടിലായാലും കോളേജിലായാലും ഞങ്ങൾ ഒരുമിച്ച് കാണില്ല സർ. ഓരോരുത്തരുടെ ലൈഫ് നോക്കി